ഹലോ ഗൈസ്, ഇതിപ്പോൾ ഗുഡ് മോർണിംഗ് പയ്യണോ ഗുഡ് നൈറ്റ് പയ്യണോ എന്താണിപ്പോൾ പയ്യേണ്ടതെന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഈ അമ്മച്ചാണെങ്കിൽ നൊക്കറ്റീന് നീച്ചിട്ടാണെങ്കിൽ നല്ല ഒക്കറ്റിലാണ് ഈ കൊങ്ങൻ്റെ. എന്തിനപ്പം അമ്മച്ചിന്നെ തൊട്ടി കെട്ടാൻ വേണ്ടിയിട്ട് നീച്ചതാ. തൊട്ടി കെട്ടിയപ്പോൾ എന്തുണ്ടായി, എനിക്കൊൻ്റെ ഒക്കെ പോയില്ലേ. ലേറ്റ് ഇട്ടിട്ടുണ്ട് റൂമിൽ, പിന്നെ ഒങ്ങാൻ പറ്റുമോ? മാത്രമല്ല ഇപ്പച്ചി പുതിയ രക്ഷമൊക്കെ മാറ്റിയിട്ട് വരുന്നുണ്ട്. എന്തിനാണിപ്പോൾ പുതിയ രക്ഷമൊക്കെ മാറ്റിയിരിക്കുന്നത്? എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഈ രാത്രി ഇപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ ഇച്ച്. എൻ്റെ വിഗിതി കണ്ടപ്പോൾ ഉമ്മച്ചിന്നെത്ത് ഓക്കാണെങ്കിൽ മടിയായിട്ടില്ല. എന്തായാലും പോയിട്ട് പുറത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ലാവിലേനോ രാത്രി ആണോ എന്നുള്ളത്. വിളിച്ചോ? എന്താ ഇപ്പോൾ ഞാനിപ്പോൾ ഒങ്ങിയല്ലേ ഉള്ളൂ. എങ്ങനെ ഇപ്പോൾ വിളിച്ചോ പെണ്ണേ? കട്ടിനെ ഒന്ന് നോക്കട്ടിനാണ്, ഒന്ന് ക്ഷമിച്ചി. ഒന്ന് ഞാൻ നോക്കിയാലൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തിരി കഴിഞ്ഞിടാ വിലയിക്കുന്നു കേട്ടോ. എന്താ അപ്പം ഉണ്ടായേ? ചൂടിനൊക്കെ ഇതാ വന്നിട്ട് വെളിച്ചമൊക്കെ വന്നിക്കണ്. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, നീ ചെന്നെ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ദീദി നല്ല സുഖമായിട്ട് കിണ്ണുങ്ങുക. അവിടെ ക്ഷമിച്ച പറ്റുമോ? ഇമ്മച്ചി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഓലിനെ വിളിച്ചണ്ടേ. നീച്ചോ മോളെ, നീച്ചോ. കണ്ണായിട്ട് ഒന്നും കാട്ടിട്ട് കാടിയൊന്നുമില്ല. നീച്ചോ, ഒരു രക്ഷയില്ല. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതാണ് ഞാനും ഉപ്പച്ചി ഉമ്മച്ചി എല്ലാവരും നീച്ചി. കണ്ണ് നോക്കി കാടില്ല. നീച്ചോ പഞ്ഞില്ലേ. കണ്ണൊക്കെ ടിമ്പിക്കോ. കയ്യുമ്പോൾ കട എന്തൊക്കെ ഷാടനൊക്കെ ഇട്ടിക്കണ്. ഇങ്ങനെ ഇട്ടിട്ടോ ഓള് കണ്ണുങ്ങിയത്. നിക്ക് രാവിലായി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. കറ്റുമ്മട പുടി ഡഷൊക്കെ. ഇമ്മച്ചി ഇന്നലെ പെന്നാളെ പഞ്ഞിക്കണ് കേട്ടോ. പിന്നെ ആകോട് ജഗ പോക ഇന്നൊക്കെ കുളിപ്പിച്ച് ഇൻ്റെ ലോഷനൊക്കെ ചേച്ചി ഇന്നെ ചുണ്ടടിയാക്കി. കൊക്കറ്റിന് നീച്ചോണ്ട് വല്ല ലക്ഷമൊന്നുമില്ല. മുഖക്കെ ആകെ എന്തൊക്കെ ഒരു കോളൊന്ന് നോക്ക്. അത വെണ്ണ ഇമ്മച്ചി അത്തശാരനായിട്ട് പെപ്പാണത്ര. ലക്ഷമൊക്കെ ഉണ്ട് കാണാൻ. പക്ഷേ ഇത് എൻ്റെ സംഭവിച്ചാൽ എങ്ങനെ തെറ്റിട്ട് നടക്കുക? ആ കണക്ക് എങ്ങനെയാണ് അവരായിട്ട് നടക്കുന്നത്? ഇതായിട്ട് തന്നെ അക്ക പറ്റുമോ? ചെപ്പില്ലാതെ എന്നൊക്കെ ഇവിടെ നീച്ചാൽ പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ചേപ്പൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ ഉണ്ടാവണമെന്ന്, എന്തൊക്കെ സംഭവിച്ചാണാവോ? ആകെ ഹെൽക്ക് ഉലുത്താവണാവോ? എന്തേലും വേണ്ടില്ല. ഇപ്പച്ചിരി ഇതിലൊക്കെ ആഗ്രഹമില്ല. അങ്ങനെ കിടന്നോട്ടെ. അങ്ങനെ ഇമ്മച്ചി രണ്ട് കാലം ചേപ്പൊക്കെ ഇട്ടെന്ന്. ചേപ്പ് എന്ത് ചെപ്പാണത്? വലിയോത്തൊരു ചെരുപ്പ് ഇട്ടിട്ട് എന്ത് പറയാൻ ഇവർക്കൊരു ശേഷമൊന്നും ഇച്ചല്ല. എന്ത് കഥേനാവും? എന്തും പറ്റിയതൊക്കെ ഞാൻ തത്ത സാധനം പൊപ്പിയ. എന്തൊരു കഥയാണ്. ഞാനൊരു കുഞ്ഞു കുറ്റപറ്റി കാടൊന്നുമില്ല. എല്ലാ ഷാടിൻ്റെ പേര് ഇങ്ങനെ പരീക്ഷിച്ചു. എന്നിട്ട് പെച്ചൊക്കെ ഇങ്ങനെ നിന്ന് ചിരിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലേ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പക്ഷെ എന്തൊക്കെ പയ്യനുണ്ട്. എന്താണ് ഈ രാവിലെ തന്നെ ഉറക്കത്തിൽ നീച്ചിട്ട് രേഷു പാടിയിട്ട് കഥ പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ടോ? മനുഷ്യതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഈക്കൊന്നും അറിയില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ തലയിൽ ഇട്ടിക്കണതെന്ന്. ഇതാണെങ്കിൽ പുറത്തേക്ക് എടുത്ത് വലിച്ചെറിയാനും പറ്റണില്ല. ആകെ കുടുക്കിയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടോ ഇന്നെ ഈ വിമാനത്തിൽ എത്തിയിരിക്കണം. എൻ്റെ വിമാനമാണ് അത്രത്. ഇച്ചൊന്നും വേണ്ട രാവിലെ വിമാനം. ഞാനങ്ങോട്ട് കഴിഞ്ഞു. അപ്പം എന്ത് ചെയ്ത് ദീദിൻ്റെ എത്തിട്ട് ദീദിൻ്റെ എത്തി കെട്ടി. എന്നിട്ട് ഇങ്ങനെ എൻ്റെ കവിലൊക്കെ പിച്ചിട്ട് എൻ്റെ കേക്ക് കട പയ്യുന്നുണ്ട്. ഓടക്കെട്ടി നീച്ചോട് കടൊന്നും കേക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സംഗതിയായിട്ട് ഇങ്ങനെ കെന്നു. എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി പോയില്ല. ഇവരോടൊന്നും പയ്യാനും പറ്റണില്ലേക്ക്. ഞാനാണെങ്കിൽ കുട കരഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു. പക്ഷെ കുടയൊക്കെ മനസ്സിലാവും. പിന്നെ എവിടെയൊക്കെ പോവാൻ കേട്ടാ. നമ്മ മാറ്റം പോണേ അല്ല പിപ്പച്ചുകൊണ്ടിട്ടാ ദീദിയൊക്കെ ഉണ്ട്. ഇതാ കാടിൽ കയറുകയാണ്. നല്ല ചൂടിനൊക്കെ നല്ല സ്ട്രോങ് ആവുന്നുണ്ട് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല, വലിയ ചൂടൊന്നുമില്ല. ഞാനിങ്ങനെ കാടിലിങ്ങനെ കയറുന്ന ആലോചിച്ചാണ് എന്തൊക്കെയാണ് പെണ്ണ് സംഭവിച്ചിന്. ഇതിനൊക്കെയാണ് ഇപ്പോൾ പെരുന്നാളൊന്ന് പയ്യ. പുതിയ യശൊക്കെ ഇട്ട് കൊമ്പൊക്കെ കെറ്റി തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി ഇന്നൊരു കോലൊക്കെ ആക്കിയിരിക്കണ്. അതിൻ്റെ കൂടെ ദീദിൻ്റെ ഒരു കണ്ണാല വെക്കലും. എല്ലാ ശയിക്കാൻ ഞാൻ മാറ്റല്ലേ ഉള്ളൂ. എല്ലാ പരീക്ഷിക്കാൻ അവർക്ക് ഞാൻ മാറ്റോ ഷാടില്ല കേട്ടിക്കട്ടെ ഞാനും വിചാരിച്ചു. അപ്പോഴാണ് ഞാനും ഷാദ്യം ചെയ്തിച്ചത്. ഇമ്മച്ചിൻ്റെ കൈമ്മൂടി ചുവപ്പ് കളറ്. എന്താ പറ്റു ഇമ്മച്ചി? എന്താ പറ്റിക്കുന്നത് ഈ കയ്യമ്മേ? ഒന്ന് തൊട്ട് നോക്കട്ടെ. ഇത് പോകണമെന്നില്ലല്ലോ. ഇന്നലെ എൻ്റെ കൈ മെൻ്റെ പറ്റു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. എന്താണിത്? അങ്ങനെ നമ്മളിങ്ങനെ കോണിഷ് ഒറ്റി കൂടെ പോവാണ്. നല്ല ഭംഗിയുണ്ട്. രാവിലെ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഷാൾ നമ്മൾ എത്തിയത് ഇവിടെ ഇരുന്നു കേട്ടോ. ഇവിടെ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഷാളാണ്. എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനെ കളർ. നല്ല കളർ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം. രാവിലെ ആയതുകൊണ്ട് എൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ സന്തോഷം കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല. അവിടെ ചെന്നപ്പോൾ ഒരു എനിക്ക് ഗിഫ്റ്റ് കണ്ടത്. എൻ്റെ ഷാനോ പെണ്ണാളിന് ഗിഫ്റ്റൊക്കെ കിട്ടുമോ? ഇച്ചും കിട്ടി ഗിഫ്റ്റ്.
എന്തൊക്കെ ഷാടനും മുട്ടായൊക്കെ തിന്നാൻ പറ്റില്ല, എന്നാലും ഗിഫ്റ്റല്ലേ. അങ്ങനെ ഇതാ രണ്ടാൾക്കാട് കൂടിയിട്ട് ഇന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഞാനാണെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്നേ ഉള്ളൂ, എന്നാലും വേണ്ടിയില്ല, ഫോട്ടോ എടുക്കാനല്ലേ വിചാരിച്ച് ഞാൻ നല്ല ചുണ്ടടിയായി നിന്നിട്ടാ. നല്ല ലക്ഷമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഷോർട്ട് ഇട്ടപ്പോൾ അതിൽ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇവരൊക്കെ എല്ലാവരും കൂടിയിട്ട് കുറ്റിപ്പറ്റാളൊക്കെ കൂടിയിട്ട് ഫോട്ടോ ഇട്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡീഡിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ പോകും. ഡീഡിൻ്റെ ചങ്കാണ് തരുത്. ഓള് നല്ല കമ്പനിയാണ്, നല്ല വട്ടാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. പിന്നെ വെയിലൊക്കെ ആവാനായതുകൊണ്ട് ഞങ്ങൾ എന്നാൽ പോവാങ്ങി വിചാരിച്ച്. കാരണം നല്ല വെയിലായി കുറ്റികൾക്കൊക്കെ ക്ഷീണാവൂലേ. അപ്പോൾ നമ്മൾ ചിറ്റ് പോകാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ വണ്ടിയിലെത്തിയപ്പോഴും ഞാൻ അമ്മച്ചോട് വന്നിക്ക് വെള്ളത്തിൻ്റെ അയച്ചിട്ട് പോയി അമ്മച്ചി വെയിലായതുകൊണ്ട് പോയി. അപ്പം അമ്മച്ചി പാലൊക്കെ ഉണ്ടാക്കിയിട്ട് പാലൊക്കെ കുടിച്ചാണ്. എൻ്റെ കാലുമ്പത്ത് ചെപ്പ് നോക്കി. ഞങ്ങളോട് പറഞ്ഞില്ലേ ചെപ്പിൻ്റെ കഥ. ചെപ്പ് ഷെയ്സ് കറക്റ്റല്ലേ, പിന്നെ ചെപ്പ് ഇങ്ങനെയൊക്കെ ആവും. പിന്നെ ഞാൻ നച്ചാത്തോണ്ട് കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നടക്കാനാവുമ്പോൾക്ക് നല്ല ഷെയ്സിലുള്ള ചെപ്പൊക്കെ വേവിച്ചു തന്നോട്ടുമ്പച്ചേ. ഇങ്ങനത്തെ ചെപ്പൊന്നും എന്നെ കൂടെ ഇട്ട് നക്കാൻ പറ്റൂല. ഓക്കെ, എന്തായാലും കുറച്ച് ദാഹമൊക്കെ മാടി കഴിഞ്ഞാൽ ഒരു സമാധാനം. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഒരു ഷാടൻ പയ്യൻ എന്താ നോക്കി. എൻ്റെ ഇപ്പം സ്റ്റേക്കേഷൻ പറഞ്ഞാൽ എന്തായാലും നാളെ സ്റ്റേക്കേഷനാണത്ര. എൻ്റെ പബ്ബടിനൊന്നും കഴിയില്ല, ഞാനും പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ട് ഒരു ഫുഡ് കഴിച്ചാൽ വേണ്ടി പോയി. രാവിലെ അമ്മച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അമ്മ പോയപ്പോഴാ ഇങ്ങോട്ട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മച്ചൊക്കെ അത് തിന്നാൻ തുടങ്ങി. എനിക്ക് പതിവ് പോലെ ഈ ബനാനയും കുണ്ടൊക്കെ തന്നെ ഷാടല്ല ശയിച്ച് തന്നെ. പിന്നെ വീട്ടിലെത്തി ഉച്ചയ്ക്ക് ഉമ്മച്ചി കുറേ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചി എൻ്റെ അപ്പച്ചിൻ്റെ അടുത്താക്കിയിട്ട് കുറേ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ തോന്നിയിരുന്നു. ഇച്ചയ്യുള്ള എന്തൊക്കെ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ നോക്കിക്കൂടെ ഈ ഷാന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മാറ്റമില്ല കേട്ടോ, ഉമ്മച്ചി നല്ല ഡിഷേറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ഷാടന ഇട്ടിട്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ എല്ലാവരും പറഞ്ഞത്. കാണാനും നല്ല ഭംഗിയൊക്കെ കാണുന്നുണ്ടല്ലേ. എന്തൊക്കെയാണാവോ മേലെ എന്തൊക്കെയോ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, ഇവിടേക്കല്ലേ തിന്നാൻ പറ്റുള്ളൂ. ഇക്കൊരു കൊണ്ടും കിട്ടൂല. ഇക്ക കിട്ടിയ ഷാടനും നോക്കി നിങ്ങൾ. ഇത്രയും ഇവിടെ ഷാടനം ഉണ്ടായിട്ട് ഇക്ക കിട്ടിയത് ഇതാ ഈ കഞ്ഞിയാണ്. കഞ്ഞുമായിക്കൂടെ ഒരു മൂടും എന്തൊക്കെ ഏറ്റിട്ട് എൻ്റെ ഒരു ഷാടനം. എന്തായാലും വേണ്ടില്ല. ഇപ്പം എന്നാളായിട്ട് വെറുതെ നമ്മളോട് കശപ്പിശ ഉണ്ടാക്കണ്ടല്ലോ. ഞാനിട്ട് തിന്നാൻ വേണ്ടാന്നൊക്കെ പഞ്ഞി, പക്ഷേ പിന്നെ വിശന്നാളോ വിചാരിച്ച് ഞാനങ്ങോട്ട് തിന്നെ തന്നെ. പക്ഷേ എന്താ കുട്ടികളുടെ കാടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാവും എല്ലാ വീട്ടിലും. നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികളുടെ കാട് ഇങ്ങനെ തന്നെ. ഞാനപ്പം അമ്മച്ചിക്ക് ഒരു സന്തോഷമായിക്കോട്ടെ, ഞാനിങ്ങനെ കുറേ ചിരിച്ചു കളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന്. പാവല്ലേ നമ്മളുടെ അമ്മച്ചിക്കോട് പണിയൊക്കെ എത്തതല്ലേ. എൻ്റെ പൊണ്ണുമ്മച്ചില്ല, അപ്പോൾ പാവല്ലേ വിചാരിച്ചു ഞാൻ. അപ്പോൾ അമ്മ എന്തൊക്കെയോ കട പയ്യനുണ്ട്, ഡീഡി എന്തൊക്കെയോ പയ്യനുണ്ട്. ഞാനിങ്ങനെ കൂടി ചിരിച്ചിട്ടു ആകിട്ടൊക്കെ വയ്യ, ചിരി വന്നിട്ടൊക്കെ വയ്യ, ചിരിച്ച് വയ്ക്കായി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ പഞ്ഞി നമുക്കൊരു ചായ കുടിച്ചാൽ വേണ്ടിയിട്ട് പാനൂരിലേക്ക് പോയി. പക്ഷേ ചായ കുടിച്ചാൽ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാനിത് നല്ല സുഖമാക്കി ഉണ്ടെങ്കിൽ രാവിലെ നീച്ചതല്ലേ ആക്കാലും ഒക്കെ വിടൂലേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ വേറൊരു ശത്ത് പോയി. ഇതാണത്തല്ലോ ലുഷയിൽ. ഇവിടെ എൻ്റെ അപ്പച്ചിൻ്റെ ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് കൊച്ചു ഡാട്ടിയുടെ ആയതുകൊണ്ട് ഇരുപത്തിയുടെ ഭംഗിയൊന്നും ഇല്ലെങ്കിലും രക്ഷമുണ്ടായിരുന്നു. ഈ വെള്ളത്തിൽ കൂടെ ദീദിക്ക് അവിടുന്ന് കണ്ട് വിടണമെന്ന്. ദീദി വിടാറുണ്ടപ്പോൾ രണ്ടാൾക്കാർ ഫെന്തിൽ വന്നിക്കുക. അപ്പോൾ ദീദിക്ക് വിടാനോട് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഓൾ അവിടെ തന്നെ അങ്ങോട്ട് നിന്ന്. പിന്നെ ഓള് വരാൻ വേണ്ടി നിന്നു കേട്ടോ. അങ്ങനെ വിടുമ്പോൾ അവ ഒരു വികൃതി കുട്ടിയ വെള്ളത്തിൽ കളിച്ചിട്ട് ഓളിൻ്റെ മേലേക്കൊക്കെ വെള്ളാക്കി. ഓൾക്ക് മൂടൊക്കെ പോയി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ബിൽഡിങ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല വലിയ ബിൽഡിങ്. അങ്ങനെ ഞങ്ങൾ നടന്നു തന്നെ ഏകദേശം അതിൻ്റെ എത്തെത്തി. പക്ഷെ നച്ച ആക്കാടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ കൊടിനേരം നിന്നില്ല, വേഗം പോകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേക്ക് നിച്ചാന കഴിയുണ്ട്. ഇപ്പോൾ കാടിലൊന്നൊക്കെ ഇരിക്കണതൊന്നും ഇഷ്ടമല്ല. ഞാനിങ്ങനെ ഇവ നടുവിലിങ്ങനെ നിൽക്കും. അപ്പോൾ എൻ്റെ എപ്പച്ചും പിന്നെ എപ്പച്ചിൻ്റെ ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഞാൻ ഇബ്ബാണൊക്കെ വിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഓരിൻ്റെ ഇടയിൽ ഇങ്ങനെ വലിയ കടമൊക്കെ പഞ്ഞി പെണ്ണാളിൻ്റെ വിശേഷമൊക്കെ പഞ്ഞി നിന്നു. വീട്ടിലെത്തിയപ്പോഴത്തേന് എനിക്ക് വയ്യാടായി. രാവിലെ നീച്ചിട്ട് ഒങ്ങിയതാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ ഞാൻ ക്ഷീണമായിട്ട് ഒങ്ങി. ഓക്കെ ബൈ.